ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടില്ലേ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അതുപോലെ തന്നെ നമ്മളിത് തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ ലൈവിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ് അവേൻ്റെ കാര്യം പറയാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയതുകൊണ്ടാണ് എനിക്ക് ലൈവിൽ വരാൻ പറ്റാത്തത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഉറപ്പായിട്ടും ഗിവ് അവേൻ്റെ ലൈവായിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് തേങ്ങയാണ് വേണ്ടത്. തേങ്ങയുടെ വെള്ളഭാഗം മാത്രം ചിരണ്ടി എടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിൽ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാൻ നോക്കുക. മൊത്തത്തിൽ ഞാനിത് നന്നായിട്ട് ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി, ഒരുപാട് അരഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. ഇനി നമ്മളിത് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് നമുക്കിതിന് വേണ്ടത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ നല്ല മധുരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചോളൂ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തോന്നും, പക്ഷേ നമ്മൾ പഞ്ചസാര ചേർത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഇത് ലൂസാവും. തീ ഓൺ ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് ഉരുകി വരും. നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് തീ കുറയ്ക്കുകയും വേണ്ട. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് നല്ലോണം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഒത്തിരി സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതേ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു പരുവായിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്, പക്ഷേ ഇതത്ര ഡ്രൈ ആയിട്ടില്ല. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ പരുവം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും ആയിട്ടില്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു കേക്ക് ടിന്നിലാണ്. അത് നന്നായിട്ട് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. നെയ്യാണ് കേട്ടോ തടവിയിട്ടുള്ളത്. അപ്പോൾ നെയ്യൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നാലേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, ഒരു പ്ലേറ്റ് ആയാലും മതി. അപ്പോൾ ഞാൻ നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നോക്കാം. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ടേസ്റ്റാണ്, നല്ല കിടിലനായിട്ടുള്ള ഒരു ബർഫിയാണ് ഇത്. ഒരുപാട് ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളിത് ഫ്രീസറിൽ വെക്കരുത്, അപ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും, ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ അതേ ഇത് നന്നായിട്ട് ഞാനിത് പാൽപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് പാൽപ്പൊടിയിലോ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോ എന്തിൽ വേണമെങ്കിലും ഡിപ്പ് ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടീസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക, കാരണം അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗിവ് അവേൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.